എൻ്റെ കയ്യിലുള്ള ഈ കല്ലും കമ്മലും തമ്മിൽ എന്ത് ബന്ധാണെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിച്ചേ? അത് ഞാൻ വഴിയെ പറഞ്ഞു തരാട്ടോ. ഒരു 7000 വർഷത്തെ ചരിത്രമാണ് ഇന്ന് എൻ്റെ ചാനലിൽ എത്തി നിൽക്കുന്നത്. അതെങ്ങനെയെന്നല്ലേ? ഈ പഴയ കാലത്തെ കമ്മലുകൾ വെറും ഒരു ഫാഷനായിരുന്നില്ല ഇന്നത്തെ പോലെ. പിന്നെ എന്തായിരുന്നു? ഈ ദുഷ്ടശക്തികൾ ശരീരത്തിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കവചമായിരുന്നു അത്രേ. അന്ന് അവർ കമ്മലായിട്ട് ഉപയോഗിച്ചിരുന്നത് കല്ലുകളും മൃഗങ്ങളുടെ എല്ലുകളും ഒക്കെ ആയിരുന്നു. പിന്നീട് മനുഷ്യന്മാർ ലോഹങ്ങൾ കണ്ടുപിടിച്ചപ്പോൾ ഇത് സ്വർണ്ണ വളയങ്ങളായിട്ട് മാറി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ഈ സ്വർണ്ണ വളയങ്ങൾ ഭയങ്കര കോമൺ ആയിപ്പോയി. അപ്പം ഞങ്ങൾ മറ്റുള്ളവരെക്കാൾ റിച്ചാണ്, അതുപോലെ വ്യത്യസ്തരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ രാജകുടുംബങ്ങൾ എന്താ ചെയ്തേ അറിയോ? ആ വളയങ്ങളുടെ മുകളിലേക്ക് മുത്തുകളും രത്നങ്ങളും ഒക്കെ പതിപ്പിക്കാൻ തുടങ്ങി. പിന്നീട് ഇന്ത്യയിലുള്ള അമ്പലങ്ങളുടെ ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഗോപുരങ്ങളുടെ ഷേപ്പ്, അതൊന്ന് ഇൻസ്പയർഡ് ആയിട്ട് ഒരു ടൈപ്പ് കമ്മലുകൾ ഉണ്ടായി. ആ കമ്മൽ ഏതാണെന്നല്ലേ? നമ്മൾ ഇന്ന് ജിംകി അല്ലെങ്കിൽ ജുംക്ക എന്ന് വിളിക്കുന്ന കമ്മലാണേ. ഈ ജിംകികൾക്ക് പിന്നാലെ മുഗൾ ഭരണകാലത്ത് അമ്പിളി അമ്മാവൻ്റെ ഷേപ്പിലുള്ള കമ്മലുകൾ ഉണ്ടാക്കി തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന ചാന്ദാലി ഉണ്ടായത്. അങ്ങനെ കാലം മാറിക്കൊണ്ടിരുന്നപ്പോൾ ഓരോ ഫാഷനിലുള്ള കമ്മലുകൾ ഉണ്ടായി തുടങ്ങി. കാലം മാറുമ്പോൾ കോലം മാറണമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മളും ഓരോ ഫാഷനും ഓരോ ട്രെൻഡും ഒക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാനിവിടെ ഒരു ചാന്ദാലിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയില്ലേ?